സാഗര ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ച സാഗറും പിന്നെ അനിയൻ ഒരേ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആവേശത്തിന്റെ അലമാല തീർത്ത സമറും പിന്നെ ഒരു കുടുംബത്തിലെ രണ്ടുപേരായി കാസർഗോഡൻ കബഡിയുടെ സുൽത്താനായി കേരളത്തിന്റെ നായകനായി മാറിയ മഞ്ജുവും പിന്നെ ആ മഞ്ജുവിന്റെ തന്നെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആവേശത്തിന്റെ അലമാല തീർത്ത അജിയും പിന്നെ പവനും പരത്തും എല്ലാം ഒന്നിച്ചൊന്നായി ഇവിടെ ഒരു തിരമാലയായി അലമാലയായി കടലായി കാറ്റായി കൊടുങ്കാറ്റായി ആ ടീമിറങ്ങുകയാണ്. ലെറ്റ്സ് വെൽക്കം അർജുന അച്ചേരി. ഒരു വശത്ത് കരുത്തരായ അർജുന അച്ചേരിയാണെങ്കിൽ മറുവശത്ത് പ്രിയപ്പെട്ടവരെ ആധുനിക കബഡിയുടെ താടിയോലെ കെട്ടുകളൊക്കെ മനഃപ്പാടമാക്കിയ ഒരു ടീമല്ല. കുറുന്തൂറിന്റെ മണ്ണിൽ നിന്നും കുറുതരികളായി കായിക കളത്തിൽ ആവേശത്തിന്റെ മാത്രം നില്ലാനം തരികണം അറിയുന്ന വമ്പന്മാർ. കളിക്കളത്തിലെത്തിയാൽ പിന്നെ ഏത് ജന്തു സൈന്യത്തെയും നിലംപരിച്ചാക്കുന്ന വമ്പന്മാർ. കൊമ്പും കുലിക്ക് വരുന്ന ഏത് പുലിയെയും, കൊമ്പും കുലിക്ക് വരുന്ന ഏത് മതയാനെയും, കൊമ്പും കുലിക്ക് വരുന്ന ഏത് സിംഹരാജനെയും വേട്ടക്കിടന്നഴിഞ്ഞാൽ പിന്നെ വേട്ടയാടുന്ന വമ്പന്മാരുണ്ട്. കാസർഗോഡൻ കബഡിയിൽ തിളങ്ങി വമ്പന്മാരുണ്ട്. കളി കണ്ടാൽ ഏതവനും ഒന്ന് നിന്ന് നിൽപ്പിൽ നോക്കുന്ന സുന്ദരമായ യമനികൾ, സുന്ദരമായ ദിനങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറുന്തൂരിന്റെ പേരും കുറുന്തൂർ എന്ന മണ്ണിന്റെ മനസ്സും ഒന്ന് കാസർഗോഡൻ കബഡിയില കാസർഗോഡൻ ഇടങ്ങളിലെത്തിച്ച മഹാവ്യക്തിത്വങ്ങൾ അണിനിരക്കുന്ന വമ്പൻ ടീമുണ്ട്. പ്രിയപ്പെട്ടവരെ, കബഡിക്കളത്തിൽ കാസർഗോഡൻ കബഡിയുടെ തനിമ അറിയിച്ചുകൊണ്ട് കുറുന്തൂരിന്റെ പേരും പ്രശസ്തിയും കാസർഗോഡിന്റെ കേരളക്കരയുടെ മണ്ണിലായി വിസ്മയം തീർത്ത ഒരു സ്റ്റാർ കുറുന്തൂരിന്റെ വമ്പൻ പുലികൾ ഇറങ്ങുമ്പോൾ കാലും പുലികളും പടക്കുതിരകളുമായി കളിക്കളത്തിൽ കടല ചുവടുകൾ താണ്ടുന്ന വമ്പന്മാരുടെ പ്രതിധ്വനികൾ കേട്ടാണ് ആവേശത്തിന്റെ പേമാരികൾ സമ്മാനിച്ചുകൊണ്ട് ക്ലബിൽ കൂട്ടിവെച്ച കപ്പെന്ന് കണ്ടാൽ തന്നെ தெரியும். ഇതാ സംഹാരത്തിന്റെ താണ്ഡവ നൃത്തങ്ങൾ കായിക കളത്തിൽ ചടുല ചുവടുകൾ മാത്രം കാട്ടി പില്ലാനം തരികിട മറിഞ്ഞ് ചുവടുകൾ വെച്ച കായിക കളം അവരുടെ കൈകളിലേക്ക് കാലുകളിലേക്ക് മാത്രം ഭദ്രമാക്കി സുന്ദരിക്ക് നാട്ടിലിറങ്ങിയാൽ പിന്നെ ഏതവനെയും തച്ച് തരിപ്പണമാകുന്ന വമ്പന്മാരുടെ ടീം മത്സരങ്ങൾ കാഴ്ചവെക്കുന്നവരാണ്. ഒരു വശത്ത് കരുത്തരായ ഒളിൻസാർ കുറുന്തൂർ, മറുവശത്ത് കരുത്തരായ അർജുന അച്ചേരി. ടീമുകളിലേക്ക് ഒന്ന് നോക്കുക. ഇരു ടീമുകളിലും ഉള്ളതൊക്കെയും വമ്പന്മാരാണ്. മത്സരത്തിന്റെ വീരകൾ കാട്ടാൻ അവർ കടിഞ്ഞ് മച്ചാരികൊള്ളുമെന്ന് കാഴ്ചവെക്കുന്ന മത്സരങ്ങൾ അവർ ഇതിന് മുൻപും അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതൊരു ഇതിഹാസത്തിന്റെ പിറവിയാണ്. ഇനി കിടക്കാൻ പോകുന്ന ഇതിഹാസങ്ങൾ അത്തരം ഒരു ഇതിഹാസങ്ങൾ തന്നെയാകുകയാണ്. പ്രിയമുള്ളവരെ, നീയൊന്നും കാണാത്ത മൈക്കിളിനെ ഇനി ഇവർ കാഴ്ചവെക്കുകയാണ് നിങ്ങൾക്ക് മുന്നിൽ. ആറാടി വരുന്ന ഏതാളെയും മാറാടി തിമർക്കാൻ മൈക്കിളുകൾ തമ്മിലുള്ള മത്സരമാണ്. മൈക്കിളാണോ അതോ ഒമ്പത്തരങ്ങൾ മാത്രം കാഴ്ചവെച്ച ഈ മത്സരത്തിന്റെ വിജയശ്രീലാണ് ഇതിലാവുന്നത് ആര് എന്ന് കണ്ടറിയാനുള്ള സമയം. സർഗചേതന കുറുന്തൂർ അഭിമാന പരിസരമാദിത്യം മുരളിയ ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റിൽ ആര് വിജയിക്കുമെന്ന് കണ്ടറിയാനുള്ള സമയം ഇതാഗതമാക്കിയ പ്രിയമുള്ളവരെ, മത്സരത്തിലെ താരങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് വാർഡ് കൗൺസിലർ ബാലകൃഷ്ണൻ അവർകളാണ്. അവരെ അനുഗമിക്കുന്നത് സംഘാടക സമിതി അംഗങ്ങൾ. ഷമീർ പാലാട്ട് അടക്കമുള്ളവർ കളിക്കാരുമായി പരിചയപ്പെടുകയാണ്. അവരെ സ്നേഹത്തോടെ കളിക്കളത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിറങ്ങയ്യടിയോടുകൂടി തന്നെ നമുക്ക് ഈ മനോഹരമാകുന്ന കബഡി സംഘടിപ്പിക്കാൻ വേണ്ടി പലരും പല രീതിയിലും സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഹൃദയംഗമമായി നന്ദി അറിയിക്കുന്ന ഇവിടെ വാർഡ് കൗൺസിലർ കളിക്കാരുമായി പരിചയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, സർഗചേതന കുറുന്തൂരിന്റെ
ജേഴ്സി ലോഞ്ച് ചെയ്യുകയാണ്. ടീം ക്യാപ്റ്റൻ അനൂപിന് അത് നൽകിക്കൊണ്ട് ഇതിന്റെ ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുകയാണ്. ടീം ക്യാപ്റ്റനെ ക്ഷണിക്കുന്നു. അതിഥികൾ അവിടെ തന്നെ നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. ജെപ്കോ ഇന്റീരിയർ ഡിസൈനിങ് കർട്ടൻ അവരാണ് ഞങ്ങൾക്കത് നൽകുന്നത്. നല്ല നിറകയ്യടിയോടുകൂടി ഈ മനോഹരമാകുന്ന സർഗചേതനയുടെ കൃത്യമായൊരു ജേഴ്സി ലോഞ്ചിങ് കർമ്മം നിർവഹിക്കുകയാണ്. ഒരു ഉപഹാരം കൂടി സമർപ്പിക്കുന്നുണ്ട് ഇവിടെ. അതായത് ഈ ടൂർണമെന്റിന്റെ എല്ലാ മുഹൂർത്തങ്ങളിലും ആംബുലൻസിന്റെ സജ്ജീകരണം ആവശ്യപ്പെട്ടപ്പോൾ കൃത്യമായി ഞങ്ങളുമായി വന്ന് സഹകരിച്ചവരാണ്. അതിന്റെ ഉപയോഗവും ഉണ്ടായിരുന്നു. അവർ വന്നതിന്റെ ഡ്രൈവറും അതിന്റെ കൂട്ടാളികളും ഒക്കെ ഈ കളി തീരും വരെ നിൽക്കുക എന്നത് തന്നെ വലിയൊരു നന്മ കൂടിയാണ്. വില്ലത്ത് സ്വാതന്ത്ര്യത്തിന്റെ MMCC അവർകളാണ് നമുക്ക് ആംബുലൻസിന്റെ സജ്ജീകരണം ഒരുക്കി തന്നത്. അതിന്റെ ബന്ധപ്പെട്ടവർക്ക് ആ ഉപഹാരം ഈ മനോഹരമായ ധന്യ മുഹൂർത്തത്തിൽ നല്ല നിറകയ്യടിയോടുകൂടി തന്നെ നമുക്ക് ആ ഉപഹാരം സമർപ്പിക്കാം. അതോടൊപ്പം ഇതിന്റെ ഫിസിയോതെറാപ്പിസ്റ്റായി ഞങ്ങളുമായി സഹകരിച്ചത് മൾട്ടി കെയർ മെഡിക്കൽ സെന്ററിലെ സ്റ്റാഫാണ്. നല്ല നിറകയ്യടിയോടുകൂടി ആദ്യം തന്നെ അവർ ഡോക്ടറാണ്. ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരങ്ങളാണ്. നല്ല കയ്യടിയോടുകൂടി തന്നെ അവരുടെ സേവനം കൃത്യമായി ഈ മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവരിവിടെ കൃത്യമായി നിൽക്കുകയാണ്. അവരെ ഈ വേദിയിൽ വെച്ച് ആദരിച്ചു. ഇനി കാസർഗോഡിന്റെ നെടും തൂണായി കബഡി കളികളെ മടക്കി ഭരിച്ച കാസർഗോഡിന്റെ മുൻപുള്ള പ്രതാപശാലികളായ പ്രദേശ് കന്തലിന്റെ ബിഗ് ബ്രദറായി മാറി കാസർഗോഡിന്റെ ഹൃദയമേറ്റെടുത്ത മഞ്ജു കന്തൽ കേരളത്തിന്റെ ടീമിന്റെ നടുനായകത്വമുള്ളപ്പോൾ അത് തന്നെയാണ് കാസർഗോഡൻ കബഡിയുടെ കരുത്ത് എന്ന് നമ്മൾ ഒന്നിച്ച് മനസ്സിലാക്കപ്പെടുമ്പോൾ ഇവിടെ മഞ്ജു കന്തലിന് ആ ഉപഹാരം സമർപ്പിക്കുകയാണ് ഈ മണ്ണിൽ വെച്ച്. ഇനി ഒരാളെ വിളിക്കുകയാണ്. അത് മറ്റാരുമല്ല, കുറുന്തോട് എന്ന നാടിനെ അന്യദേശങ്ങളിലേക്കും പ്രശസ്തമാക്കിയ, കബഡിയെ ജീവതാളമാക്കിയ, കബഡി എവിടെയുണ്ടോ അവിടെ ഇയാൾ ഉണ്ടാകും. കുറുന്തൂരിന്റെ കുറുനരികൾ വരുമ്പോൾ അതിന് മുൻപന്തിയിൽ നിന്ന് വേട്ടയാടാൻ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അവരെ വിളിച്ച് എല്ലാം കൈകാര്യം ചെയ്ത് എതിരാളികൾക്ക് മുന്നിൽ ഒരു മനോഹരമാകുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന കുറുന്തൂരിന്റെ സ്വന്തം കാസർഗോഡൻ കബഡിയുടെ സ്വന്തം റെഡ് സ്റ്റാർ കുറുന്തൂരിന്റെ സ്വന്തം ആവേശം അലമാല തിങ്ങുന്ന മത്സരത്തിന്റെ തീജ്വാലകളിൽ ആവേശം അലമാലയോടുകൂടി തന്നെ ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ട രാജേഷേട്ടൻ എന്ന രാജേഷിനുള്ള ഉപഹാര സമർപ്പണമാണ്. സർഗചേതനയുടെ മണ്ണിൽ വെച്ച് ആ ഉപഹാരം സമർപ്പിക്കുന്ന നിറകയ്യടിയോടുകൂടി കാലം കവിത എഴുതുന്ന കബഡിയെ ഇടനെഞ്ചിൽ ചേർത്ത് പിടിച്ച രാജേഷേട്ടനുള്ള ഉപഹാരം ഇതാ ഈ മനോഹരമാകുന്ന കൊച്ചിൽ വെച്ച് നടത്തുകയാണ്. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു. മത്സരം ഇതാ ആരംഭിക്കുകയാണ്. നേരത്തെ ഞാനൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. 2,14,00,000 രൂപയാണ് അദ്ദേഹത്തിനായി ഇനിയും സ്വരൂപിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരൊക്കെയും പറ്റുന്നുവെങ്കിൽ ഒന്ന് മൊബൈൽ ഫോൺ എടുത്തോ ഗൂഗിൾ പേ നമ്പർ ഒന്ന് ടൈപ്പ് വെച്ചാൽ ഒരു പക്ഷേ ഒരു 10 രൂപ അയച്ചാൽ ഇന്നിവിടെ കൂടിയവരിൽ ആയിരങ്ങളിൽ 10 വെച്ചാൽ അതൊരു നല്ല സംഖ്യയായി അദ്ദേഹത്തിന് കിട്ടുമെന്ന കാര്യം തീർച്ചയാണ്. സഹകരിക്കുമല്ലോ എന്ന കാര്യം ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ നമ്പർ പറയുകയാണ്. ഒരു പക്ഷേ കൂടിയവരിൽ ആരും ഫോൺ എടുക്കില്ലെന്ന കാര്യം തീർച്ചയാണ്. എന്നിരുന്നാലും ഒരു 4 പേർ ഫോൺ എടുത്ത് കാണും. ആ 4 പേർക്കായിട്ടെങ്കിലും ഞാൻ ഈ നമ്പർ പറയുകയാണ്. നിങ്ങൾക്ക് പറ്റുന്ന തുക, ഒരു പക്ഷേ അത് എത്രയായാലും അത് അവന്റെ ചികിത്സയ്ക്ക് ഉതകുമെന്ന കാര്യം തീർച്ചയാണ്. പറ്റുന്നവർ ചെയ്യുക. ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ തിരിയാം. ഒരു പക്ഷേ ഗൂഗിൾ പേ ഇല്ലാത്തതായിരിക്കാം. എന്നാൽ ഇല്ല 4 പേർ അല്ലെങ്കിൽ 7 പേർ അല്ലെങ്കിൽ 10 പേർ എടുത്തിട്ടുണ്ട്. അവർക്കായിട്ടേലും ഞാൻ ആ നമ്പർ പറയുകയാണ്. 62 35 42 31 34. ഒന്നുകൂടി പറയാം. 62 35 42 31 34.
ഏറെ കഷ്ടപ്പാടുകളും ഏറെ വേദനകളും ഏറെ യാതനകളും ഉള്ള ഒരു കുടുംബമാണ്. അദ്ദേഹത്തിന്റെ ആ ജീവിതം ഒന്ന് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കനിയുക തന്നെ വേണം. പ്രിയപ്പെട്ടവർ, പറ്റുന്ന രീതിയിൽ സഹകരിക്കുക. അദ്ദേഹത്തിന് നല്ല ജീവിതം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പറ്റുന്ന രീതിയിൽ, നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ നൽകുക. പ്രിയമുള്ളവരെ, ഞാൻ തൊട്ടു മുൻപ് അനൗൺസ് ചെയ്തതിന് കാര്യമുണ്ടായി എന്ന് സന്തോഷം ഞാൻ അറിയിക്കട്ടെ. ഒരു മഹത് വ്യക്തിത്വം, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേര് പറയണോ എന്ന് പോലും ഞാൻ ആലോചിക്കുകയാണ്. അദ്ദേഹം ഒരു തുക അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം, കാരണം ഒരുപക്ഷെ അതൊരു എല്ലാവർക്കും പ്രചോദനമാകട്ടെ. ജയൻ പൊന്നങ്കള എന്ന വ്യക്തിത്വം ഒരു തുക അയച്ചു കൊടുക്കുകയും അത് സ്ക്രീൻഷോട്ടായി എനിക്ക് അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരിലും എന്റെ നമ്പറിലായിരിക്കാം, എന്നാലും അദ്ദേഹം കാഴ്ച ആ നല്ല മനസ്സിന് പ്ലീസ് നല്ലൊരു കയ്യടികൾ. എല്ലാവരും നല്ലൊരു കയ്യടികൾ. ഞാൻ പരിചയപ്പെടുത്താം. ജയൻ പൊന്നങ്കള ആ ചുവന്ന ടീഷർട്ട് ഇട്ട വ്യക്തിത്വമാണ്. കാരുണ്യ പ്രവർത്തന മേഖലകളിൽ ഒരുപക്ഷെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടോ. എന്റെ ബ്ലഡ് റയർ ആണ്, ഞാൻ ബ്ലഡ് കൊടുക്കണമെങ്കിൽ അദ്ദേഹം എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. കാരണം ആർക്ക് രക്തം വേണമെന്ന സമയങ്ങളിൽ അദ്ദേഹം ഇടപെടാറുണ്ട്. ആർക്ക് കാരുണ്യത്തിന്റെ ഹസ്തം വേണമെന്നുണ്ടോ ആ സമയങ്ങളിൽ കൂടി അദ്ദേഹം ഇടപെടാറുണ്ട്. ജനനന്മകൾ നേരിടുമ്പോൾ ജനങ്ങൾക്കിടയിൽ നന്മയുടെ വെളിച്ചമായി എന്നും അത്തരത്തിലുള്ള മഹത് വ്യക്തിത്വങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും അയാളെ പോലെയുള്ള ആളുകൾ തന്നെയാണ് എന്ന കാര്യം തീർച്ചയാണ്. എന്നിരുന്നാലും ആ കുടുംബത്തിന് നിങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണ്. എനിക്ക് പരിചയമുള്ളവരൊക്കെയും എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട്. വീണ്ടും ഒരു മഹത് വ്യക്തി സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. അയച്ച സ്ക്രീൻഷോട്ടിനെ പറ്റി ഞാൻ എന്തായാലും പറയാതിരിക്കാൻ എനിക്ക് വയ്യ. പ്രിയപ്പെട്ടവരെ, കായിക കളത്തിൽ എല്ലായിടങ്ങളിലും മത്സരങ്ങളെ നിയന്ത്രിക്കുന്ന സുന്ദരനായ ഒരു റഫറി ഉണ്ട്. കളി മികവ് കാട്ടുന്ന കായിക കളങ്ങളിൽ എന്നും നിറഞ്ഞു നിന്ന മത്സരങ്ങളെ നിയന്ത്രിക്കുന്ന ദ ഹാൻസം റഫറി, മോസ്റ്റ് ഹാൻസം മാൻ മനീഷ് എരിഞ്ഞിക്കയില. അദ്ദേഹം കൂടി അയച്ചിട്ടുണ്ടോ? നന്ദി അറിയിക്കുകയാണ്. ആ കുടുംബം അദ്ദേഹത്തോടൊപ്പം കടപ്പെട്ടിരിക്കും. ഒരുപക്ഷെ ഇതൊക്കെ തന്നെയാണോ പ്രിയപ്പെട്ടവരെ ജനങ്ങൾക്കിടയിൽ നന്മ വളരുന്നുണ്ട് എന്നറിയുന്നത്? ഇവർ രണ്ടുപേർ അയച്ചതിനെ പറ്റിയല്ല, രണ്ടല്ല, അതിനേക്കാൾ ഏറെ ആളുകൾ അയച്ചിട്ടുണ്ടോ. എന്നിരുന്നാലും ആ കുടുംബത്തിനോ അത് ഉതകും. ആ കുടുംബത്തിന് 2,14,00,000 എന്ന ലക്ഷ്യം എത്തിച്ചേരുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, മറ്റൊരു ചോദ്യം കൂടി ആനയിക്കുന്നുണ്ട്. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നുള്ളത്. റയർ എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നുമില്ല, വലിയ റയറല്ല, AB പോസിറ്റീവ് ആണ്. 3-4 പോയിന്റുകൾ ആവേശകരമായ മത്സരം.
ഉള്ളിൽ കയറാൻ പറ്റില്ല. ആവേശോജ്വലങ്ങളായ ഫൈനൽ മത്സരത്തിൽ കരുത്തും തമ്മിലുള്ള മത്സരം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു വ്യക്തിത്വം സിനീഷ് പുളിക്കാൽ കൂടി അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും കൂടി നന്ദി അറിയിക്കുന്നു. 3-4 പോയിന്റുകൾ അർജുനാചേരി മത്സരത്തിൽ നേടി നൽകിയ കരുത്തന്മാരുടെ വീരോചിതമായ പോരാട്ടം. 3-5 പോയിന്റുകൾ അർജുനാചേരി മത്സരത്തിൽ നേടി നൽകി. 3-5 മികച്ചൊരു പോയിന്റും നേടി താരം തിരിച്ചു പോകുന്നു. കരുത്തുറ്റ മത്സരത്തിന്റെ വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൽ ഇവിടെ 4-5 എന്ന നിലയിലാണ് മത്സരം. 4-5. സ്റ്റാർ പുറന്തൂർ 4, അർജുനാചേരി 5. നാല് 5 എന്ന നിലയിലാണ് മത്സരം. സ്റ്റാർ പുറന്തൂർ 4, അർജുനാചേരി 5. പ്രവീൺ രാജ് യമൻ തെക്കടല് അങ്ങനെ പോയിന്റ് 5-5 എന്ന നിലയിലാണ്. 5 5 പഠിക്കും ഒഞ്ചുള്ള മത്സരമാകും. തഞ്ചത്തിൽ ഇമ്പമോട് 5-5. 5-5. പോയിന്റ് നേടി മഞ്ജു മടങ്ങുന്നു. 5-നെ 6 മഞ്ജു. 6-5. പ്രിയമുള്ളവരെ, കളി തുടങ്ങുമ്പോൾ ഊതാൻ തുടങ്ങിയാണ് സജിത്ത്. ശബ്ദം പോയാലും ഊതിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല കൈയടി സജിത്തിന് നൽകാം. ഇങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് കായിക പ്രേമികൾക്കും കാണികളുടെയും ഒക്കെ ആവേശം. മത്സരം 5-6. 5-6. 1 പോയിന്റ് അകലത്തിലാണ് മത്സരം. കൊമ്പന്മാരും തമ്മിലാണ് പോരാട്ടം. മത്സരത്തിന് ഒരു മാസ് ഇന്റർവെൽ പ്രഖ്യാപിക്കുന്നു. 1 പോയിന്റ് മാത്രം അകലത്തിൽ റെഡ് സ്റ്റാർ കുറുന്തൂർ, അർജുനാചേരി എന്നീ ടീമുകൾ 1 പോയിന്റ് അകലത്തിൽ മാത്രം. പ്രിയമുള്ളവർ, ഈ അവസരത്തിലോ ഒരു ആദരവുണ്ട്. എന്തുകൊണ്ടും ആ ആദരവ് നൽകാൻ വേണ്ടി സംഘാടക സമിതിയുടെ പ്രിയമുള്ളവരെ ആദരവ് നൽകാൻ വേണ്ടി സജീഷ് കുറുന്തൂരിനെ ക്ഷണിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇത്രയും ഒരു മനോഹരമായ ടൂർണമെന്റ് സംഘടിപ്പിച്ചപ്പോൾ സജീഷ് കുറുന്തൂർ കമ്മിറ്റിക്കാർ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. അതില് സജീഷ് ഏട്ടന്റെ നിർണായകമായ ഇടപെടലുകൾ കൊണ്ടായിരിക്കാം ഇത്തരമൊരു ടൂർണമെന്റ് വമ്പിച്ച വിജയങ്ങൾ ഇവിടെ തീർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി ആ വ്യക്തിയെ ഞാൻ ക്ഷണിക്കുകയാണ്. The bonus king of കാസർഗോഡൻ കബഡി, നിലവിൽ the bonus king, none other than only the man. കായിക കളത്തിലെത്തിയാൽ പിന്നെ ബോണസ്
ബോണസ് ലൈനിനെ തൊട്ടും തലോടിയും വരുന്ന സംഹാരമൂർത്തിയുണ്ട്. തീയായി തീക്കനലായി എരിയുന്ന തീപന്തമായി കായിക കളത്തിൽ കലിതുള്ളിയോടുന്ന കാട്ടുപോത്തിനെ പോലെ, കായിക കളത്തിൽ കലിതുള്ളിയോടുന്ന ചേകമനെ പോലെ, വാളെടുത്ത് വില്ലെടുത്ത് വില്ലാട് വീരുന്ന പോലെ കായിക കളത്തിൽ സംഹാരത്തിന്റെ താണ്ഡവ നൃത്തങ്ങൾ ആടുന്ന കരുത്തനായ താരമുണ്ട്. കരുത്തെന്നാൽ കരുത്തെന്നാൽ കണ്ട് 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 തന്നെ അറിയണം. കുറുന്തൂറിന്റെ പടനായകനായി, കുറുന്തൂറിന്റെ വില്ലാളി വീരനായി, കുറുന്തൂറിന്റെ കുറുനരി മികവുറ്റ താരം, കായിക കളത്തിലെ ബോണസ് കിങ്, അനായാസം ബോണസ് ലൈനുകൾ തൊട്ട് തലോടി വരുന്ന കരുത്തനായ കൊഞ്ചനായ കൊമ്പൻ. ഓൾ ദ വെരി ബെസ്റ്റ്. ശ്രദ്ധിക്കുക, സുരേഷ് മാസ്റ്റർ അവരുടെ സ്നേഹത്തോടെ, സുരേഷ് മാസ്റ്ററിന്റെ സ്നേഹത്തോടെ ഈ കോർട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരാടും ഒരു കോടിയും ഇവിടെ നറുക്കെടുപ്പ് എടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഏഴ് 5 എന്ന നിലയിലാണ് മത്സരം. 2 പോയിന്റ് മാത്രം അകലം. 7-5. പ്രിയമുള്ളവരെ, ഒരു അനൗൺസ്മെന്റ് കൂടി ഞാൻ നൽകുകയാണ്. എനിക്കിത് കണ്ടിട്ട് നടത്താതിരിക്കാൻ സാധിച്ചില്ല. കാരണം നേരത്തെ പറഞ്ഞ കാരുണ്യ ഹർഷത്തിന് ഏറ്റവും വലിയൊരു തുക സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് അയച്ചതിൽ ഏറ്റവും വലിയ തുക അദ്ദേഹത്തിനത് തന്നെയാണ്. കേട്ട പാതയിൽ അദ്ദേഹം അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ലൈവിൽ കൂടിയാണ് മത്സരം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമാന സ്പോർട്സിന്റെ ഓണർ കൂടിയായ കിരൺ നമാന സ്പോർട്സ് ഒരു തുക അദ്ദേഹത്തിനായി അയച്ചിട്ടുണ്ട്. ഓൺലൈനായി മത്സരം കണ്ട് അദ്ദേഹം കാണിച്ച ആ നന്മയുടെ മുഖമാണ് നമ്മുടേത്. എല്ലാവരുടെയും പ്രിയപ്പെട്ട കിരൺ നമാന സ്പോർട്സിന് നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരിൽ. രണ്ട് പോയിന്റ് മാത്രം അകലം. അച്ചേരിയും പിന്നെ കുറുന്തൂറും. മൺസൂർ റൈഡിങ്ങിനായി 8-5 3 പോയിന്റ് അകലം. അകലം കൂടുന്നു. 5-8. താരതമ്പുരാക്കന്മാർ തന്നെ പ്രജാപതികളായി അച്ചേരിക്ക് വേണ്ടി കളം നിറഞ്ഞു കളിക്കുന്നു. കുറുന്തൂരിന്റെ കുറുനരികൾ വീണ്ടും ഒരു പോയിന്റ് മൺസൂർ സ്വന്തമാക്കി മടങ്ങുന്ന ഈ സമയം 9-5 എന്ന നിലയിലാണ്. ലെഗ് ലോക്കിലൂടെ പോയിന്റ് കരസ്ഥമാക്കി വീണ്ടും അർജുന അച്ചേരി. 10-5. He's on the super tackle on. +2 4 point is volunteer. 14-5 എന്ന നിലയിൽ മത്സരം. അർജുന അച്ചേരി മുന്നിട്ട് നിൽക്കുകയാണ്. പ്രവീൺ രാജ് പോയിന്റ് നേടി മടങ്ങുന്നു. 6-14. പോയിന്റ് നേടി അജയം വരുന്ന ഈ സമയം അർജുന അച്ചേരി ആധികാരികത വരയ്ക്കുന്നു. 18-6. രവി ആവശ്യപ്പെട്ടത് രണ്ട് നിലകളിൽ
തലകളിലായി പടുത്തുയർത്തിയ മനോഹരമാകുന്ന കിരീടം ആര് ചൂടുമെന്ന് കണ്ടറിയാം. ആരാ കിരീടത്തിൽ മുത്തമിടുമെന്ന് കണ്ടറിയാം. കപ്പിനും ചുണ്ടിനും ഇടയിലാണ് മത്സരം. കൊടുങ്ങൂരിന്റെ റിവ്യൂ അവസാനിക്കുകയാണ്. മത്സരം അവസാന 5 മിനിറ്റിലേക്ക് ചുരുങ്ങുന്ന ഈ സമയം 6:20 എന്ന നിലയിൽ പ്രിയമുള്ളവരെ, ആ ആടും കോഴിയും അതാർക്കെന്ന് നമുക്കിവിടെ കാണാം. Do or die, raid. ഇവിടെ അലിക്കടിപ്പിന്റെ വിധവ മത്സരം നിർവഹിക്കുന്ന ആദ്യ ബോണസ് ടേക്കറായ അജി കന്തലാണ് അതെടുക്കുന്നത്. ആദ്യം എടുക്കുന്നത് ആടാണ്. ആട് ആദ്യത്തെ നമ്പർ 1 7 1 7 ആടവിടെ 1 7 0
1708 പിന്നെ 8 1708 എഴുതിക്കോ. സംഘാടകർ എഴുതി വെച്ചോ. 1708 ആട്. ഇനി കോഴിയുടെ ആണോ? കളി തുടങ്ങും. അതിലെടുക്കാം. പ്രിയമുള്ളവരെ, മത്സരം നിയന്ത്രിക്കുന്നു സുരേന്ദ്രൻ പാലായി, ചന്ദ്രനോരിയിൽ സുനിൽ പാലകുന്ന, സജേഷ് കാരിൽ ആൻഡ് പ്രമോദ് മാരിക്കോട്. ലൈവ് സ്ട്രീമിംഗ് KPR സൺസ് ഓർക്കുളം, രാജ്യത്തും സിഞ്ചു, തോടനായ ദീപു കുറുന്തു, അനീഷ് കുറുന്തു സ്കോറർ, സാബു കുറുന്തു റിവ്യൂ, മനീഷ് കുമാർ എഡിറ്റിംഗ്, ഡിജിറ്റൽ സ്കോർ ബോർഡ്, അഖിൽ കൃഷ്ണ, റോബിൻ, അതുൽ, അദ്വിത് ആൻഡ് രാജത്ത് ആൻഡ് സിഞ്ചു. KPR സൺസ് ലൈവ് അനൗൺസ്മെന്റ്. ലൈൻ നമ്പർ 1 രതീഷ് ആൻഡ് ലൈൻ 2 ദിലീപ്, സുരാജ് എതിർത്തോട് ആൻഡ് ഇറ്റ്സ് മീ അജിത് നാരായൺ ആൻഡ് സജിത്. ഇവിടെ കോഴിക്ക് വേണ്ടിയിട്ടുള്ള നറുക്കെടുപ്പ് ഒരു കുട്ടിയെ കൊണ്ട് ഞങ്ങൾ എടുപ്പിക്കുകയാണ്. കോഴിയുടെ നമ്പർ, ആദ്യ നമ്പർ 3, മറ്റൊരു നമ്പർ 8. ഏതാണ്ട് അടുത്തെത്തി. 3, 8. വീണ്ടും ഒരു 8. 3, 8, 8. കോഴിയുടെ നമ്പർ ഇപ്രകാരമാണ് 3, 8, 8, 4. പ്രിയമുള്ളവരെ, ആവേശകരമായ മത്സരത്തിന്റെ പ്രതിധ്വനി അതിന്റെ എല്ലാ തനതായ മൂല്യങ്ങളും സൗകര്യപ്പെടുത്തി മനോഹരമാകുന്ന രാത്രിയിൽ നിങ്ങൾ എത്തിച്ചേർന്നു. എവിടെ നിന്ന് ഒരു മനോഹരമാകുന്ന കബഡി സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, കബഡി ഉണ്ട് എന്നറിഞ്ഞപ്പോൾ, ചെറിയ അരുവികളായി, ഒരു പുഴയായി, ഒരു കടലായി വന്ന് ഇവിടെ ഈ മനോഹരമാകുന്ന കുറുന്തൂരിന്റെ മണ്ണിനെ ആവേശം കടലാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമമായി നന്ദി അറിയിക്കുകയാണ്. എല്ലാ കളികളും അതിൻ്റെതായ മികവും തികവോടുകൂടി എല്ലാ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് സർഗചേതനായി ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചത്. ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന സമയങ്ങളിലൊക്കെ എല്ലാ രീതിയിലും ഇത് കളർഫുൾ ആക്കണം എന്ന് സർഗചേതനയ്ക്കൊരു വാശിയുണ്ടായിരുന്നു. അതിൻ്റെതായ തികവിലാണ് എല്ലാം സജ്ജമാക്കിയത്. ഈ മനോഹരമാകുന്ന കബഡിയുമായി സഹകരിച്ച, സഹായിച്ച, കൂട്ടുനിന്ന എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള വീടുകളിലുള്ളവർ, അതോടൊപ്പം ഈ നാടിലെ ഏറ്റവും സമുന്നതരായ വ്യക്തിത്വങ്ങൾ, അതോടൊപ്പം കബഡി താരങ്ങൾ, കബഡി പ്രേമികൾ സംഘടിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ അതിനെ സഹകരിച്ച സ്പോൺസർമാർ എല്ലാവർക്കും, ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി വന്ന 70 വയസ്സ് കഴിഞ്ഞിട്ടും ഈ മനോഹരമാകുന്ന കബഡി കോർട്ടിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കർഷകർ, അതോടൊപ്പം ഈ വീടിന്റെ അടുത്തായിട്ടുള്ള ആളുകൾക്ക് ഈ ശബ്ദമോ അല്ലെങ്കിൽ ഇതിന്റെ ആധുനിക സജ്ജീകരണങ്ങളൊക്കെ കോലാഹലമായി തോന്നിയിട്ടുണ്ടെങ്കിൽ, വൃദ്ധന്മാരായിട്ടുള്ളവർ, ചെറിയ കുട്ടികൾക്കൊക്കെ അതൊരവസരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ശബ്ദത്തെയോ അല്ലെങ്കിൽ സംഘാടകരെയോ ശപിക്കരുത് എന്ന് നിങ്ങളോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് അറിയിക്കുകയാണ്. കാരണം ഇത് ഈ സർഗചേതനയുടെ ഒരു രാവിന്റെ മാത്രം ആഘോഷമാണ്. ഈ സർഗചേതന പെയ്തിറങ്ങുന്ന വഴിയിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഒന്ന് സംഘടിപ്പിക്കും. ബാക്കിയുള്ള 365 ദിവസങ്ങളിൽ അത്രയും നന്മയ്ക്ക് വേണ്ടി സ്നേഹമായി ഒരുങ്ങുകയാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് ആർക്കെങ്കിലും അലൗസരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല നന്മയുടെ പുതിയ കിരണങ്ങൾ ഉദിച്ചുയരുന്ന മാനത്തെ ശുഭാപ്തി വിശ്വാസത്തിന്റെ അരുണോദയങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് പ്രസന്റേഷൻ സെറിമണി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുമെന്ന് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും നല്ലൊരു ദിനത്തിന് ഇവിടെ വിട പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയ വിവരം അറിയിക്കുകയാണ്. വിപിൻ കെ, പൂത്തക്കാലുള്ള വിപിൻ കെയുടെ പേഴ്സ് ഇവിടെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. പൂത്തക്കാലിലെ വിപിൻ കെ AKG കാടങ്കോട് ടീമിന് അടിയന്തരമായി തന്നെ എത്തിച്ചേർന്നെന്ന് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ,
മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത സുന്ദരമായ ഒരു പറുദീസയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ അണിയിച്ചൊരുക്കിയത്. ഏറ്റവും മനോഹരമായി ഇദ്ദേഹത്തിനിവിടെ വിട പറയാനുള്ള സമയമാണ്. അതിനു മുൻപേ സമാനദാന ചടങ്ങ് കൊടുത്ത വേദിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ആളുകളും അവിടെ തന്നെ ഇരിക്കുക. ഇത്രയും മനോഹരമായ മത്സരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ച, വീരോചിതമായ പോരാട്ടങ്ങൾ കാഴ്ചവെച്ചവർക്ക് വേണ്ടിയിട്ടുള്ള സമാനദാന ചടങ്ങാണ് ഏതാനും സമയത്തിനകം തന്നെ വേദിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കായിക കളത്തിൽ നിറഞ്ഞു തുള്ളിയ വമ്പന്മാരെ ഏതാനും സമയത്തിനകം തന്നെ നിർണയിച്ച് അവർക്കുള്ള വിജയം കുട്ടികൾ നൽകുകയാണ്. സമയത്തിനകം തന്നെ അമൽ അച്ചാംതുരുത്തി ഒന്ന് ദയവ് ചെയ്ത് ഇവിടെ അജിയുമായി അജിയുടെ കോർട്ടിലാണ്. അമൽ അച്ചാംതുരുത്തി ഉണ്ടെങ്കിൽ എത്തണമെന്ന് അറിയിക്കുകയാണ്. റെഡിയാടാ? പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, ഈ മത്സരത്തിന് അനൗൺസ്മെന്റിന് വരുമ്പോ എന്റെ വണ്ടിയുടെ ടയർ ഒന്ന് അതിന്റെ ഫ്ലാപ്പ് പോയി കട്ടായി ഞാൻ പെരിയിട്ടെടുക്കാമെന്നൊരു ഉപദേശത്ത് ബാക്കിയാണ്. അപ്പോൾ തന്നെ ആ നാട്ടിലെ അക്കീർ എന്നൊരു സുഹൃത്തിനെ വിളിച്ചു. അവർ കബഡിയുമായി ഏറെ അഭേദ്യം ബന്ധം പുലർത്തുന്നവരാണ്. ഗ്രീൻ സ്റ്റാർ പെരിയട്ടെടുക്കതിന്റെ ചെരുമ്പയുടെ അക്കീറും സനാഫുമാണ് എന്നെ ഇവിടെ അവിടെ നിന്ന് ഇവിടെ വരെ എത്തിച്ചത്. അവർക്ക് ഹൃദയംഗമമായ നന്ദിയും കടപ്പാടും എൻ്റെ പേഴ്സണലായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുകയാണ്. ഇനി നമുക്ക് ആ സമ്മാനദാന ചടങ്ങിലേക്ക് കടക്കാം. റെഡിയല്ല? പ്രിയമുള്ളവരെ, സമ്മാനദാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സർഗചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് കുറുന്തൂറിന്റെ 17 വർഷക്കാലം കഴിഞ്ഞ 17 വർഷക്കാലം ഒരു നാടിന്റെ കലാകായിക സാംസ്കാരിക സാമൂഹിക ജീവകാരുടെ പ്രവർത്തന മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച് ഒരു നാടിനെ നാട്ടുനന്മയുടെ പുതുവെളിച്ചങ്ങളിലേക്ക് നാട്ടിനും നാട്ടുകാർക്കും ഒപ്പം നിന്നവരാണ് സർഗചേതന കുറുന്തൂർ. പ്രിയപ്പെട്ടവരെ, കുറുന്തൂറുകാർക്ക് കബഡി എന്നത് എന്നും ഒരു വികാരമായ മത്സരമാണ്. മത്സരത്തിനോടൊപ്പം തന്നെ അത് നെഞ്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വികാരം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചപ്പോൾ പ്രൗഢിയുടെ അങ്ങേയറ്റം തന്നെയാണ് ഇത്രയും ഒരു മത്സരം ഇവിടെ അരങ്ങേറിയത് എന്ന് നാം കണ്ടത് തന്നെയാണ്. ആ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് ഈ വേദിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. നൽകാൻ വേണ്ടി വാർഡ് കൗൺസിൽ ശ്രീ ബാലകൃഷ്ണൻ അവരുടെ വളരെയധികം സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ടൂർണമെന്റിലെ മികച്ച താരങ്ങൾക്കുള്ള ട്രോഫിയാണ് ആദ്യമായിട്ട് നൽകുന്നത് എമർജിംഗ് പ്ലെയർ ഓഫ് ദിസ് ടൂർണമെന്റ്. പ്രിയപ്പെട്ടവരെ, എമർജിംഗ് പ്ലെയർ എന്നാൽ ഉയർച്ചയുടെ പടവുകൾ ചവിട്ടുന്ന കരുത്തനായ താരമാണ്. കായിക കളത്തിൽ ഇനി കരുത്തു തെളിയിച്ച് അവരുണ്ടാകുമെന്ന ഒരു ഒപ്പുചേർക്കൽ കൂടിയാണ് ഇന്നത്തെ മത്സരം.
കായിക കളത്തിൽ മികച്ച മത്സരങ്ങൾ കാഴ്ചവെച്ച് ഏതവന് മുന്നിൽ പതറാതെ പത്മവ്യൂഹം ഭേദിച്ച് മത്സരത്തിന്റെ മികവും തികവും കാഴ്ചവെച്ച കിന്നര വീരനുണ്ടോ ഫ്രം ദ ടീം AKG കാടങ്കോട്. കരുത്തരെന്ന് തെളിയിച്ച് കരുത്തനായി മിന്നും പോലെ മിന്നായം പോലെ മിന്നിമറിഞ്ഞ കരുത്തനായ താരം മിസ്റ്റർ Bakesh, the emerging player of this tournament. We welcome you now. കരുത്ത് തെളിയിച്ച നല്ലൊരു കയ്യടികൾ തന്നെ കൊടുക്കാം please. Put your hands together for the wonderful man and the emerging player of this tournament. പ്രിയമുള്ളവരെ, മികച്ച ക്യാച്ചർ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ. കാരണം കാസർഗോഡൻ കബഡിയിലാകുമ്പോൾ അത് അദ്ദേഹത്തിന് മാത്രമാകുന്ന ഒരു ട്രോഫിയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇത്രയും വലിയ ഇൻഡിവിജ്വൽ ട്രോഫി നൽകുന്നത് കുറുന്തൂറിൽ മാത്രമായിരിക്കും. അത് സർഗചേതന കുറുന്തൂറിന്റെ മാത്രമായ ഒരു കാര്യമാണ്. നല്ലൊരു കയ്യിലുള്ള സർഗചേതന കുറുന്തൂർ ഇതിനായി കൊടുക്കുക. കാരണം ഒരുപക്ഷെ ഇത്രയും വലിപ്പം ഒരു 4th ട്രോഫി എന്ന് വേണമെങ്കിൽ അത് പറയാം. 4ാം സ്ഥാനക്കാർക്ക് മറ്റിടങ്ങളിൽ കൊടുക്കുന്ന ട്രോഫിയാണ് ഇവിടെ ഇൻഡിവിജ്വൽ സ്ഥാനങ്ങൾക്ക് നൽകുന്നത്. അത് തന്നെയാണ് സർഗചേതന കുറുന്തൂർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. പ്രിയപ്പെട്ടവരെ, മികച്ച ക്യാച്ചർ കൈകളങ്ങളിലോ കായിക കളത്തിലെത്തിയാൽ പിന്നെ വരുന്നവന്റെ കാലുകൾ എടുക്കാൻ അവന്റെ അത്രയും കെൽപ്പുള്ളവൻ കാസർഗോഡൻ കബഡിയിലില്ല. മാത്രമല്ല കേരള കബഡിയിൽ ഇന്ന് ആരുമില്ല എന്ന് തന്നെ പറയാം. കാരണം കാസർഗോഡൻ കബഡിയുടെ ചക്രവർത്തിയായി അടങ്ങി വരിക്കുന്ന കരുത്തനായ താരമുണ്ട്. കാസർഗോഡിൽ കസറ നൽകുന്ന കാസർഗോഡൻ കബഡിയുടെ കരുത്തനായ താരം one and only the man Sagar B. Krishna. The best catcher of this tournament. പ്രിയമുള്ളവരെ, ഇനി മികച്ച റൈഡർ ആര് എന്ന ചോദ്യം പക്ഷേ കളിക്കളത്തിൽ മികവുറ്റ മത്സരം കാഴ്ചവെച്ചു. തലസ്ഥാന നഗരിയിൽ നിന്നും ഇന്ന് കുറുന്തൂരിന്റെ മണ്ണിൽ വന്ന അത്തരമൊരു മത്സരം കാഴ്ചവെക്കണമെങ്കിൽ അവൻ ചില്ലറക്കാരനല്ല. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളങ്ങൾ പോലെ മേളങ്ങൾ പോലെ കായിക കളത്തിൽ മേള നഗരികൾ സൃഷ്ടിച്ചുകൊണ്ട് ആവേശത്തിന്റെ മാത്രം മലയൊലികൾ തീർത്ത് ആവേശത്തിന്റെ അലമുറകൾ തീർത്തുകൊണ്ട് കായിക കളത്തിൽ തന്റെ മുന്നിൽ വന്ന ഏത് ടീമിന് അംഗക്കത്തട്ടിൽ വെച്ച് അരമുറിവാളെടുത്ത് അങ്ങ് ചെന്ന് ഏതവരെയും തൊട്ടും തലോടിയും വന്ന വമ്പനായ കേമനുണ്ട്. The man Al-Amin from Star Kuruntur. നല്ല കൈയടികൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കാം. Al-Amin is the best rider of this tournament. Al-Amin, best rider of this tournament, Mr. Al-Amin. നല്ല കയ്യടികൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. കാരണം തിരുവനന്തപുരത്തെ പയ്യനാണ്. കാസർഗോഡിന്റെ സ്നേഹം എന്തെന്നറിയണം. കയ്യടികൾ ചാലിച്ച് നൽകുക, വെച്ചിരിക്കുന്ന കൈകൾ അടിച്ചടിച്ച് നൽകുക. കാരണം അവൻ കാഴ്ചവെച്ച മത്സരം അത്യധികം അത്ഭുതകരമായിരുന്നു, അത്യധികം ഭയാനകമായിരുന്നു. തന്റെ എതിർ ടീമിൽ ചെന്ന് ഏതവനെയും തൊട്ടും തലോടിയും വന്ന കരുത്തനായ താരമാണ് മിസ്റ്റർ Al-Amin. പ്രിയമുള്ളവരെ, ബെസ്റ്റ് ഓൾറൗണ്ടർ. കായിക കളത്തിൽ പിന്നെ ഓൾറൗണ്ടർ പട്ടം ചാർത്തണമെങ്കിൽ അവന്മാരുണ്ടെങ്കിൽ അത് അവരിലേക്ക് മാത്രമാകുന്നു. കാരണം കളിച്ച മത്സരങ്ങളിലൊക്കെയും ട്രോഫി എന്നത് അവർക്ക് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം കളി മികവ് അത്രത്തോളം ഭയാനകമാണ്. കായിക കളത്തിൽ ഇറങ്ങിയാൽ പിന്നെ കാട്ടുപോത്തിന്റെ ശൗര്യമുണ്ടോ? കണ്ടാലൊന്ന് ഞെട്ടും, കണ്ടാൽ ഭീമസേനന്റെ കരുത്തുമുണ്ടോ? കായിക കളത്തിൽ കാസർഗോഡൻ കബഡിയുടെ സുൽത്താൻ എന്ന അപരനാമത്തിൽ ഇപ്പോഴും അറിയപ്പെടുന്ന കരുത്തനായ താരം മൻസൂർ ഫ്രം കണ്ടൽ. He is the best all-rounder of this tournament. സ്നേഹത്തോടെ തന്നെ ക്ഷണിക്കുകയാണ്. ശ്രദ്ധിക്കുക, AKG കാടങ്കോട് നവശക്തി ടീമുകളുടെ മാനേജേഴ്സ് ദയവുചെയ്തടിയന്തരമായി തന്നെ പ്രതിഷേധം അറിയിക്കുകയാണ്. AKG കാടങ്കോട് നവശക്തി ടീമുകളുടെ മാനേജേഴ്സ് ദയവുചെയ്തടിയന്തരമായി തന്നെ മൈക്ക് പോയി നിരക്ക് എത്തിച്ചേരണം അറിയിക്കുകയാണ്. എത്ര മഞ്ഞക്കാട് പൊട്ടി പച്ചക്ക് ഒരു ചേച്ചി ബത്തക്ക സർവത്തൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഉണ്ട് അവിടെ.
ചെറിയ വിലയിൽ അവസാന ഘട്ടം വിൽപ്പന നടത്തുകയാണ്. അങ്ങനെ നമ്മളൊരു സഹായം പോലെ ആ ചേച്ചിയുടെ അടുത്ത് പോയി ആ പതക്കമുള്ളവൊക്കെ തീർത്ത് കൊടുക്കണമെന്ന് കൂടി നിങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുകയാണ്. ഒരുപാട് കച്ചവടക്കാർ നല്ല രീതിയിൽ നമ്മൾ സഹകരിച്ചുകൊണ്ട് ഈ ഗ്യാലറിയും സംവിധാനങ്ങളും ഉണ്ടതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ തന്നെ നിന്നുപോയി. അതാണ് പ്രശ്നം. ഓക്കെ, നെക്സ്റ്റ്. കളികളത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കുന്നത് പോരിന്റെ പോർമുഖത്ത് പൊരുതി ജയിക്കാൻ പോരാട്ട വീര്യം കൈമുതലാക്കി പടയോട്ടം നടത്തുന്ന മൈതാനമുറ്റത്തത്രയും ഈ സീസണിൽ വിജയത്തിന്റെ ആവേശം കുതിപ്പ് സമ്മാനിച്ച വമ്പന്മാർ തന്നെയാണ്. ദാറ്റ് ഈസ് നവശക്തി എക്കാൽ. ലെറ്റ്സ് വെൽക്കം നവശക്തി എക്കാലിനെ ക്ഷണിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നവശക്തിയേക്കാൾ നല്ല കൈയടി നമുക്ക് നൽകിക്കൊണ്ട് അവർക്ക് കൈയടിയില്ലേ? ആ കൊടു എന്റെ is a third സമ്മാനം കരസ്ഥമാക്കുന്നത്. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നത് കാടങ്കോടിന്റെ മണ്ണിൽ നിന്ന് പ്രജാപതികളായി കാസർഗോഡൻ കബഡിയുടെ ചരിത്രത്തിൽ ഈ സീസണിൽ മികവുറ്റ അധ്യായം രചിച്ച് കപ്പടിച്ചും റണ്ണേഴ്സപ്പായും പിന്നെ എതിരാളികൾ ഭയക്കുന്ന രീതിയിൽ പ്രജാപതികളായി വളർന്നു വന്ന് ഇന്ന് നിലവിൽ കാസർഗോഡൻ കബഡിയിൽ AKG കാടങ്കോട് എന്ന് കേൾക്കുമ്പോൾ ഒരു നല്ല മനോഹര കയ്യടിയും എല്ലാവരിൽ നിന്നും ഉയരുന്നുണ്ട്. കാരണം ആ ടീം നേടിയെടുത്തത് അങ്ങനെയാണ്. വന്ന് ആദ്യ റൗണ്ട് കടക്കാത്ത ടീമായിരുന്നു, 2ാം റൗണ്ട് കടന്നിരുന്നു, പിന്നെ ക്വാർട്ടറിൽ പുറത്താകുന്ന സമയമുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ അതിജീവിച്ച് കപ്പടിക്കാൻ കെൽപ്പുള്ള ടീമായി കാടങ്കോടിന്റെ മണ്ണിൽ നിന്ന് ആ പ്രജാപതികൾ മാറിയിട്ടുണ്ടെങ്കിൽ that is AKG കാടങ്കോട്. ലെറ്റ്സ് വെൽക്കം AKG കാടങ്കോട്. അവർക്കുള്ള സമ്മാനം ഇവിടെ നൽകുകയാണ്. അതിന് ടീമംഗങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി 2ാം സ്ഥാനക്കാരെ വിളിക്കുകയാണ്. പെരുമ്പോരിന്റെ പോരാട്ടങ്ങളിൽ പോർനിലങ്ങൾ അടക്കി ഭരിച്ച് കാസർഗോഡൻ കബഡിയുടെ കുറുനരികളായി കുറുന്തൂരിന്റെ മണ്ണിൽ നിന്ന് പിറവിയെടുത്ത് വിപ്ലവത്തിന്റെ കനൽപദങ്ങൾ ഏറ്റെടുത്ത മനോഹരമാകുന്ന തീർത്ഥങ്ങളിൽ അത്രയും അചഞ്ചലമായ മുന്നേറ്റം നടത്തി വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കൊണ്ട് എതിരാളികളെ മലർത്തിയടിച്ച് കായിക പ്രേമികളിൽ ആവേശത്തിന്റെ അലമാല തീർത്ത് ഈ നാടിന്റെ സ്വന്തം, ഈ നാടിന്റെ അഭിമാനം, ഈ നാടിന്റെ സംഘം, ഈ നാടിന്റെ റെഡ് സ്റ്റാർ കുറുന്തൂർ. ലെറ്റ്സ് വെൽക്കം റെഡ് സ്റ്റാർ കുറുന്തൂറാണ് 2ാം സ്ഥാനക്കാരായി തെരഞ്ഞെടുക്കുന്നത്. രാജേഷ് ഏട്ടൻ അത് ഏറ്റുവാങ്ങുകയാണ്. ടീമംഗങ്ങൾ പ്രവീൺ രാജ്, ബിച്ചു അങ്ങനെ അടക്കമുള്ളവരൊക്കെ ഈ മനോഹരമായ മണ്ണിൽ നല്ല കയ്യടി. നാടാണ്, നാട്ടുകാരാണ്, അതുകൊണ്ട് തന്നെ നല്ല കയ്യടി നൽകണം. സർഗചേതനയുടെ മണ്ണിൽ നിന്ന് മനോഹരമാകുന്ന കബഡി ഫെസ്റ്റിൽ റണ്ണേഴ്സപ്പായി മാറുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അൽ അമീൻ എന്ന താരത്തെ തിരുവനന്തപുരത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് അൽ അമീൻ എന്ന് പറഞ്ഞാൽ അറബി പദത്തിന്റെ അർത്ഥം വിശ്വസ്തൻ എന്നതാണ്. അൽ അമീൻ എന്നാൽ വിശ്വസ്തൻ. ഒരു വിശ്വസ്തനായ റൈഡർ തന്നെയായിരുന്നു റെഡ് സ്റ്റാർ കുറുന്തൂരിനെ അൽ അമീൻ. ഇനി വിളിക്കേണ്ടത് അവരെയാണ്. രാജാക്കന്മാർ, പ്രജാപതികൾ. ഇനി ആര് കാസർഗോഡിന്റെ അങ്കത്തട്ടിൽ വിജയത്തിന്റെ രണഭൂമിക മുഴക്കുന്നതെന്ന് കേട്ടാൽ എല്ലാവരും ഇന്ന് പറയുന്നത് കുറച്ചു കാലം 2 പേർ മാറി നിന്ന സമയത്ത് പിന്നെ 2 പേർ വന്നു. ഇനി എവിടെയും കളി കാണുമ്പോൾ പ്രജാപതികളാര്, തമ്പുരാക്കന്മാരാര് എന്ന് ചോദിക്കുമ്പോൾ ഇനി അവർ കൊണ്ടുപോകും, ഇനി അവർ തൂത്തുവാരും എന്ന് ഉറക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ആ ടീമിന്റെ പേരാണ് പടക്കളമടക്കി ഭരിച്ച കാസർഗോഡിന്റെ ഹൃദയത്തുടിപ്പുകളെ കാതോർത്ത് പ്രോ കബഡിയുടെ വമ്പൻ താരങ്ങൾക്ക് നടുവിലൂടെ ഈ നാടിന്റെ ഹൃദയത്തെ അടയാളപ്പെടുത്തിയ സാഗറും സമറും പിന്നെ ഉജ്ജ്വലനായ മഞ്ജുവും അജ്ജിയുമൊക്കെ പരത്തും പവനും എല്ലാം കൃത്യമായി അണിനിരന്ന വൺ ആൻഡ് വൺലി അർജുന അച്ചേരി. ലെറ്റ്സ് വെൽക്കം അർജുന അച്ചേരി. അർജുന അച്ചേരിയാണ് ഈ ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റിലെ ചാമ്പ്യന്മാരാകുന്നത്. അവർക്ക് സമ്മാനം സമർപ്പിക്കുകയാണ് ഈ മനോഹരമാകുന്ന രാത്രിയിൽ.
പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ ഈ മനോഹരമായ മത്സരത്തിൽ നിന്നും കൃത്യമായ ഏറ്റവും വിജയകരമായ ഒരു ഇൻവിറ്റേഷൻ കബഡി ആധുനിക സജ്ജീകരണങ്ങളെ കൂട്ടുപിടിച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നല്ല കൈയടി സംഘാടക സമിതിക്ക് ഇല്ലേ? കൈയടിക്ക് ടീം അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ടീം അംഗങ്ങളൊന്നെങ്കിലും സംഘാടകരുടെ കൈയടിച്ചോ. ഈ മനോഹരമായ മത്സരം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ, 30 വർഷമായിട്ടില്ല, 15 വർഷമായിട്ടില്ല, 10 വർഷമായിട്ടില്ല, എന്നാൽ 3 വർഷമേ ആയിട്ടുള്ളൂ സർഗചേതന. 3 പതിറ്റാണ്ടിന്റെ പരിചയ സമ്പത്തുണ്ടായിരുന്നു സംഘാടകർക്ക്. എല്ലാ രീതിയിലും ഈ സംഘാടന മികവിനെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞേ മതിയാകും. വാട്ട് എ ബ്രില്യന്റ് കോൺട്രിബ്യൂഷൻ. മധുര 17-ലാണ് സർഗചേതനയുള്ളത്. 17 വർഷത്തെ ചൈതത്തിൽ 17 യുഗങ്ങളുടെ മനോഹരമാകുന്ന സംവിധാനത്തെ നിങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ നാടിന്റെ ഹൃദയത്തെ നിങ്ങൾ അഴകായി ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നതിന് അർത്ഥം തന്നെയാണത്. സർഗചേതന കുതിരക്കോട് നിങ്ങളുടെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങളുടെ ആ കോൺട്രിബ്യൂഷൻ, നിങ്ങൾ ആ സംഘാടന മികവ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. മനോഹരമായിരുന്നു നിങ്ങളുടെ സംഘാടന മികവ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് സംഘടിപ്പിക്കാൻ വളണ്ടിയർമാർ, നാട്ടുകാർ, കൂടെയുള്ളവർ, സ്ത്രീകൾ, വൃദ്ധന്മാർ, കുട്ടികൾ എത്ര മനോഹരമായി തീർന്നു. അത് തന്നെയാണ് നിങ്ങളുടെ വിജയം. എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് കരുത്തുറ്റ മത്സരത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. നല്ല ദിനങ്ങൾ ഉണ്ടാകട്ടെ, നല്ല പുരലുകൾ ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, സ്നേഹമുണ്ടാകട്ടെ. കൂട്ടുപിടിച്ച് ഒന്നിച്ചൊന്നായി ചേർന്ന് നിന്ന് നന്മയുടെ കേദാരമായി ഈ ഇന്ത്യ രാജ്യത്തിന്റെ പവിത്രതയെ വീണ്ടെടുക്കാൻ നമ്മൾ ഒന്നിച്ചൊന്നായി നിലനിൽക്കട്ടെ. എല്ലാവർക്കും സ്നേഹവും സൗഹാർദ്ദവും മാത്രം നൽകിക്കൊണ്ട് നല്ല ദിനങ്ങൾ മാത്രം അരുണകിരണങ്ങളായി ഭവിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ സതുദ്യമം ഇവിടെ നിന്ന് വിടവാങ്ങുന്നു. ലെറ്റ് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ സിറാജ്. താങ്ക് യു all of you. ജയ് ഹിന്ദ്.